ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. KSRTCയെ രക്ഷിക്കും. സംസ്ഥാനത്തെ ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള അഭിമുഖത്തിൽ മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവ വേദിയിലാണ് കളിയും കാര്യവുമായി ഇരുവരും ഒരുമിച്ചെത്തിയത്. രാഷ്ട്രീയ നിലപാടുകൾ, വിവാദങ്ങളോടുള്ള പ്രതികരണം, ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ. മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാചാലനായി. അടുത്തിടെയായി ഗണേഷ് കുമാറിന്റെ കഴുത്തിൽ ഒരുപാട് മൈക്കുകൾ കാണുന്നുണ്ടല്ലോ എന്ന് R ശ്രീകണ്ഠൻ നായർ. കേൾക്കാൻ ആളുള്ളതുകൊണ്ടെന്ന് മന്ത്രി. കളിപ്പറച്ചിൽ പതിയെ കാര്യത്തിലേക്ക്. KSRTCയെ ലാഭത്തിലാക്കിയില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുമെന്ന് മന്ത്രി. ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി ലാഭമൊന്നുമില്ല, നഷ്ടം കുറച്ചു കൊണ്ടുവരാം. ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കും. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധിക്ക് പിന്നിൽ വടക്കേ ഇന്ത്യൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കപ്പെടും. സംഭാഷണത്തിന് കേൾവിക്കാർ ഏറെയുണ്ടായി. കൂട്ടത്തിൽ നിന്ന് ചോദ്യങ്ങളും. പേഴ്സണൽ സ്റ്റാഫ് എണ്ണത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ്. എങ്ങനെ മനസ്സിലായോ? ഡെപ്യൂട്ടേഷനാണ്. ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധിക ചിലവില്ല. ആ അധ്യാപകന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ എടുത്താൽ അദ്ദേഹം അവിടെ ശമ്പളം വാങ്ങുന്നുണ്ട്. അതേ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകൻ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു. റോബിൻ ബസ് വിഷയത്തിൽ കോടതി ഉത്തരവ് പ്രകാരം തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം.